ഇസ്രായേലി TV റിപ്പോർട്ട് പറയുന്നത് സ്ട്രൈക്സ് ഹാവ് അച്ചീവ്ഡ് ഹൈ സക്സസ് ഇൻ ടാർഗറ്റിംഗ് ഇറാൻസ് പ്രസിഡന്റ് ആൻഡ് സീനിയർ കമാൻഡേഴ്സ് എന്നാണ്. അതായത് അങ്ങോട്ടേക്ക് നടത്തിയ ആക്രമണം ഇറാൻ പ്രസിഡന്റിനെയും അവിടുത്തെ സീനിയർ കമാൻഡർമാരെയും ലക്ഷ്യം വെക്കുന്നതിൽ ഹൈ സക്സസ് ആണ് എന്നാണ് പറയുന്നത്. അത് എന്താണ് അതിന്റെ അർത്ഥം എന്നറിയില്ല. ആയത്തുള്ള അലി ഖമനയി ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യം അറിയില്ല. അദ്ദേഹത്തെ അവിടെ ഒന്ന് മാറ്റി എന്ന സൂചന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആക്രമണത്തിൽ അലി ഖമനയ്ക്ക് അവരുടെ പരമോന്നത നേതാവാണ്. അലി ഖമനയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഇനി വരേണ്ടതാണ്. എന്തായാലും ആ ആക്രമണം ഹൈ സക്സസ് ഇൻ ടാർഗറ്റിംഗ് ഇറാൻ പ്രസിഡന്റ് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ അവിടുത്തെ ഒഫീഷ്യൽ TV ഇപ്പോൾ പറയുന്നത്. ഇറാൻ ഇൻ നിയർ ടോട്ടൽ ഇന്റർനെറ്റ് ബ്ലോക്ക് ഔട്ട് അമിഡ് സ്ട്രൈക്സ് എന്നും പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ദോഹയിൽ ഇന്ത്യൻ എംബസി രംഗത്ത് വരുന്നുണ്ട്. സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഗൾഫ് രാജ്യങ്ങൾ വസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും ET മുഹമ്മദ് ബഷീർ എംപിയുടെ കത്തെഴുത്തിനിടയിൽ സംഭവിക്കുന്നുണ്ട്. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത ഇറാൻ ആക്രമണം സ്ഥിരീകരിക്കുന്നു. UAE നിരവധി മിസൈലുകൾ നിഷ്പ്രഭമാക്കിയെന്നാണ് UAE ആഭ്യന്തര മന്ത്രാലയം. അപ്പോൾ ഖത്തറിന് പിന്നാലെ UAE കൂടി ഇറാൻ ആക്രമണം സ്ഥിരീകരിക്കുകയാണ്. അരവിന്ദ്, ഇറാനിലും ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇറാൻ ആക്രമണത്തിൽ അവിടെ നിന്ന് ഒഴിപ്പിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം കാണുമ്പോഴാണ് നമ്മൾ അറിഞ്ഞ് ഇത്രയധികം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അവരുടെ സുരക്ഷയെപ്പറ്റി വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് എങ്ങനെയാണ്? കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ഹാഷ്മിക്ക്, അടുത്ത ആശങ്കയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രധാനമായും വിദേശകാര്യ മന്ത്രാലയം വേണ്ട നിർദ്ദേശങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളിൽ നൽകിയിട്ടുണ്ട്. കൃത്യമായി എംബസികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം, അതോടൊപ്പം തന്നെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. അതേസമയം നിരവധി വിദ്യാർത്ഥി സംഘടനകളാണ് ഈ വിദ്യാർത്ഥികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധി കത്തുകൾ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കടക്കം ഈ വിദ്യാർത്ഥി സംഘടനകൾ അയക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ മെഡിക്കൽ സ്റ്റുഡൻസ് അസോസിയേഷനാണ് ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രിയോട് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഉടൻ തന്നെ രാജ്യത്തേക്ക് മടക്കി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആരംഭിക്കണമെന്നതാണ് ഇപ്പോൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷനും സമാനമായ രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ്. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കണം, അതോടൊപ്പം തന്നെ അവരെ എത്രയും പെട്ടെന്ന് നാടുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനടക്കം ജമ്മു കാശ്മീരിൽ നിന്നും കേരളത്തിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികളാണ് ഈ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ സുരക്ഷ സംബന്ധിച്ച വലിയ രീതിയിലുള്ള ആശങ്കകൾ തുടരുന്നു. കാരണം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണം. വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിനെത്തി വിനോദസഞ്ചാരികളുണ്ട്, അവരുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ET മുഹമ്മദ് ബഷീർ MP അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്കും കത്ത് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രത നിർദ്ദേശം ഇന്ത്യ നൽകിയിരുന്നു. പക്ഷേ അവിടെ തുടരാനായിരുന്നു പല വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പലരും തീരുമാനിച്ചിരുന്നത്. എന്തായാലും നിരവധി വിദ്യാർത്ഥികൾ അന്ന് മടങ്ങിയെത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും നിരവധി വിദ്യാർത്ഥികൾ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലുണ്ട്. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നതാണ് ഇപ്പോൾ ആവശ്യം ശക്തമായിരിക്കുന്നത്. അതേസമയം ഇറാൻ അടക്കമുള്ള മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ ഇപ്പോൾ പൂർണ്ണമായും എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ നിർത്തിവച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കാൻ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് വിമാന കമ്പനികൾ അടക്കം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.